ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ചെയ്യാൻ പോണ ക്വസ്റ്റ്യൻ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 1.12 ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിലത്തെ എ സബ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ടു ഇൻസുലേറ്റഡ് ചാർജ്ഡ് കോപ്പർ സ്ഫിയേഴ്സ് എ ആൻഡ് ബി ഹാവ് their centers separated by a distance of 50 centimeter. What is the mutual force of electrostatic repulsion if the charge on each is 6.5 into 10 raised to minus 1 coulomb? The radii of A and B are negligible compared to the distance of separation. അതായത് രണ്ട് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ചാർജ്ഡ് കോപ്പർ സ്ഫിയേഴ്സ് ഉണ്ട്. അവരുടെ ഓരോന്നിലുള്ള ചാർജ് 6.5 into 10 raised to minus 1 കൂളാണ്. നമ്മൾ അതിനെ 50 സെന്റിമീറ്റർ ദൂരമായിട്ട് അവരെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എത്രയെന്നാണ് ചോദ്യം. സോ അതാണ് ഫസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സോ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ. ഇവിടെ റിപ്പൾഷൻ ആണ് ഉണ്ടാവുക. കാരണം എന്താണ്, രണ്ടിനും ഈക്വൽ ചാർജ് ആണുള്ളത്. അത് കാരണം ഇവിടെ റിപ്പൾഷൻ ആണ് സംഭവിക്കുക. അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? K into Q1 Q2 by R square. K into Q1 Q2 by R square. സോ കെയുടെ വാല്യൂ 9 into 10 raised to 9. Q1 ഒരു ചാർജ് എന്ന് പറയുന്നത് 6.5 into 10 raised to minus 7. രണ്ടാമത്തെ ചാർജ് 6.5 into 10 raised to minus 7 ഹോൾ ഡിവൈഡ് ബൈ എത്രയുടെ ഡിസ്റ്റൻസ്? ആറിന്റെ വാല്യൂ 50. 50 into 10 raised to minus 50 ആണല്ലോ, 50 സെന്റിമീറ്ററിലാണ്, അതിന് മീറ്ററിലേക്ക് കൺവേർട്ട് ആയി. 50 into 10 raised to minus 2 the whole square. അതായത് 65 into 65 എത്രയാണ്? 4225 ആണ്. 9 into 4225 പോയിന്റ് ഇവിടേക്ക് വരും. into 10 raised to 9 into 10 raised to minus 7 whole divided by 2500 into 10 raised to minus 4. അപ്പോ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ആൻസർ വരാം 1.5 into 10 raised to minus 2 ന്യൂട്ടൺ ആണ് നമുക്ക് ആൻസർ കിട്ടാം. 1.5 into 10 raised to minus 2 ന്യൂട്ടൺ. ഇത് റിപ്പൾസീവ് ആയിരിക്കും ഉണ്ടാവുക. അത് ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, റിപ്പൾസീവ് ആണ്. കാരണം രണ്ടിന്റെയും ചാർജ് ഈക്വൽ ആണ്. രണ്ടിന്റെയും ചാർജിന്റെ സൈനും എന്താണ്? സെയിം ആണ്. അത് കാരണം അവിടെ റിപ്പൾഷൻ ആണ് സംഭവിക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഈസ് ദ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഇഫ് ഈച്ച് സ്ക്വയർ ഇസ് ചാർജ്ഡ് ഡബിൾ ദ above amount and the distance between them is halved. സോ ആദ്യം ഉണ്ടായിരുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് Fe ആണെന്ന് വിചാരിക്കുക. അത് Q1 ഉം Q2 ഈക്വൽ ആണല്ലോ. സോ അതിനെ ഞാൻ Q എന്ന് വിളിച്ചു. ആ ഒരു ചാർജിനെ Q എന്ന് വിളിച്ചു. സോ Q, അതായത് Q സ്ക്വയർ ബൈ R സ്ക്വയർ എന്ന് വരും. ഇതാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ രണ്ടാമത് എന്താണ്? അതിനെ നമ്മൾ F ഡാഷ് എന്ന് വിളിച്ചു. രണ്ടാമത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അത് എത്ര വരും? ചാർജിനെ നമ്മള് ഓരോ സ്ക്വയറിലുള്ള ചാർജിനെ നമ്മൾ ഡബിൾ ചെയ്തു. അപ്പൊ അത് 2Q വരും. 2Q ദ ഹോൾ സ്ക്വയർ ബൈ ആറിന്റെ വാല്യൂ ഹാഫ് ആക്കി R/2 ദ ഹോൾ സ്ക്വയർ. അതായത് ഇത് വരാം 4K Q സ്ക്വയർ ബൈ R സ്ക്വയർ ബൈ 4 വരും. അതായത് 16K Q സ്ക്വയർ ബൈ R സ്ക്വയർ. അതെന്ന് പറയുന്നത് Q സ്ക്വയർ ബൈ R സ്ക്വയർ ഉണ്ടോ? ഇത് തന്നെയാണ്. ഇത് Q സ്ക്വയർ ബൈ R സ്ക്വയർ തന്നെയാണ് ഇത്. സോ 16 into 1.5 into 10 raised to minus 2 ന്യൂട്ടൺ വരും. അതായത് 16 into 1.5 എന്ന് പറയുമ്പോ എത്രയാണ്? 16 into 15 by 10 10 24 into 10 raised to minus 2 ഇവിടെ പോയിന്റ് വരും. അതായത് എത്ര വരും? 2.4 into 10 raised to minus 2 ന്യൂട്ടൺ ആണ് ന്യൂ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ന്യൂ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ വരാം. സോ ന്യൂ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ എത്രയാണ്? Fe ഡാഷ് എത്രയാണ്? 2.4 into 10 raised to minus 2 ന്യൂട്ടൺ. എങ്ങനെയാണ് ഉണ്ടാവുക? റിപ്പൾസ് തന്നെയാണ് ഉണ്ടാവുക. എല്ലാവർക്കും ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കണോ? വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.